മക്കളെ ഞാനേ അയ്യപ്പനെ സ്വപ്നം കണ്ട് ഞാൻ സന്നിധാനത്തിന് നിൽക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നേരം ഞാൻ കണ്ടു മക്കളെ. എന്റെ പൊന്ന് തമ്പുരാനെ മക്കളെ, ഇപ്പം കുറെ നാളായില്ലേ ഞാൻ പോയിട്ട്. 5-6 വർഷമായി ഞാൻ പോയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ മക്കളെ, എന്നെ ഒന്ന് കൊണ്ട് കാണുക, എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പം എനിക്ക് പോണം. ഇപ്പൊ എന്താ ശബരിമല പോണം? കണ്ട എനിക്ക് ശബരിമലയിൽ പോണം മക്കളെ, ശബരിമലയിൽ പോണം. എന്തോ 18-ാം പടിയേ. ഓ അമ്മ പോവാം. ഞാൻ വേറെന്തോ കിടന്ന് പേടിച്ചു പോയത്. ഞാൻ പേടിച്ചു. നല്ല കാര്യമല്ലേ, നമുക്ക് പോവാം കേട്ടോ. നമുക്ക് പോവാം. അപ്പൊ അടുത്ത ദിവസം തന്നെ പോയിട്ട് മാലയൊക്കെ ഇട്ട് വ്രതമൊക്കെ പിടിച്ച് അയ്യപ്പനെ കാണാൻ പോവാം. എന്റെ മനസ്സിൽ അത് തന്നെ വിചാരമായിരുന്നു. അതുകൊണ്ടാ മാസപ്പുറം കണ്ടത്. അയ്യപ്പൻ കാണിച്ചു. അപ്പൊ സമയമായി പോവാനായിട്ട്. അതൊന്നും കുഴപ്പമില്ല, പോവാട്ടാ. വെള്ളം വേണം അമ്മക്ക്? വെള്ളമൊന്നും വേണ്ട, വെള്ളം എടുത്തോണ്ട്. നീ കൂടെ വരണം കേട്ടോ, നമുക്ക് ഒരുമിച്ച്. ഓ നമുക്ക് പോവാം. എന്റെ പൊന്നു മോനെ, എത്ര നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് സംസാരം ഉണ്ടായത്. അവിടെ ഒരാള് കാത്തിരിക്കുക, അതുകൊണ്ടാണ് സ്വപ്നത്തിൽ വന്നത്. അതെ മക്കളെ, എന്തായാലും ദൈവം എന്റെ ആഗ്രഹം സാധിച്ചു തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ശബരിമല ധർമ്മശാസ്താവേ, എന്റെ പൊന്നെ, ഭയങ്കര തണുപ്പാണ് ഇപ്പം. പമ്പയിലോട്ട് കുളിച്ച് കയറിയിട്ട് അതൊക്കെ അയ്യപ്പങ്ങ് മാറ്റാം. അല്ലേ നമുക്ക് കമ്പിളിപ്പതുണ്ടല്ലമ്മ. ഞാനൊരു ചെറിയ സ്വെറ്റർ പോലെ സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, അല്ലെങ്കിൽ തന്നെ മക്കളെ അവിടെയൊക്കെ ഭയങ്കര കല്ലും മുള്ളും എന്തോന്ന് പാടാണെന്ന് അറിയാമോ. 4 സാരമില്ല. അല്ലമ്മ, കല്ലും മുള്ളും വെച്ചാൽ ഇപ്പൊ പഴയ കണക്കല്ല, ഇപ്പൊ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഉണ്ട് തന്നെ. ഇനി അഥവാ അമ്മയ്ക്ക് നടക്കാൻ പറ്റിയില്ലുണ്ടല്ലോ, നമ്മൾ ഡോളിയിൽ കയറി പോകും. എനിക്ക് ഡോളിയും പോളിയും ഒന്നും വേണ്ട. എനിക്ക് നടന്ന് സന്നിധാനം വരെ പോണോന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതാണ് വേണ്ടത്. പിന്നെ വേണ്ട, നീ എന്നെ തിരക്ക് പിടിപ്പിക്കരുതേ. എനിക്ക് സാവകാശം പോയി സന്നിധാനത്തിൽ ചെന്ന് എന്റെ പൊന്നു തമ്പുരാനെ എനിക്ക് നേരെ കണ്ട് മനസ്സ് കുളിർക്കെ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അല്ല മക്കളെ, ഇനി നമ്മള് മാലയിട്ട് കഴിഞ്ഞില്ലേ, ഇനി നമ്മള് കറുപ്പ് കൊടുത്ത് ചെരുപ്പൊന്നും ഇല്ലാതെ വേണം പോകാനായിട്ടുള്ളത്. മക്കള് കുറച്ച് ദിവസം ഇട്ടോ, പോവാറാകുമ്പോ പയ്യെ മാറ്റാൻ മതി. അമ്മ തന്നെ മക്കളെ, അറിയാലോ, ഇന്ന് മുതൽ നമ്മള് ഇതൊക്കെയാണ്, വെജിറ്റേറിയൻസ് ആണ്. എനിക്കറിയാം. ഇറച്ചി മുട്ട ഒന്നും കഴിച്ചൂടാ. സ്കൂളിൽ ചെന്നാലേ ഏതെങ്കിലും പിള്ളേര് മുട്ടയോ മീനോ ഇറച്ചിയൊക്കെ തന്നാ ഒന്നും കഴിച്ചേക്കരുത് കേട്ടാ. ഞാൻ കഴിക്കൂല. പിന്നെ എന്റെ കൂട്ടുകാരൻ ദർശിത്തും മലയ്ക്ക് പോകുന്നുണ്ട്. നിങ്ങൾ കൂട്ടായി ഏട്ടാ, ഇവന്റെ കന്നി കിട്ടല്ലേ ഏട്ടാ? അപ്പൊ കുറച്ചുപേരൊക്കെ വിളിക്കണ്ടേ, ബന്ധുക്കാരെ, അടുത്തുള്ളവരെയൊക്കെ? നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കണം, കഞ്ഞി ഒഴിക്കണം, വൈകുന്നേരം നാമപ്പാട്ടുണ്ട്, എല്ലാം പൊളിക്കണം. എങ്കിലല്ലേ കൊള്ളാവൂ. എങ്കിലും അതിന്റെ ഒരു ഭക്തിയൊക്കെ വേണമല്ലോ അല്ലേ? എല്ലാം ആചാരം പോലെ നടക്കട്ടെ. അമ്മ, ഞാൻ ആദ്യം പോയി അമ്മക്ക് ഓർമ്മ വേണ്ട എന്റെ കന്നിക്കെട്ട്. എന്റെ പൊന്നട, അത് മറക്കാൻ പറ്റുമോ? എന്റെ പൊന്നില്ലേ, മാലയിട്ടൊന്ന് അത് തുള്ളല്. അവന് പള്ളിക്കുടത്തിൽ പോകാൻ വയ്യ. കന്യായ്യപ്പം പള്ളിക്കുടത്തിൽ പോകാൻ പാടില്ലെന്നാണ് അവന്റെ നിയമം. അല്ല, അച്ഛൻ പറഞ്ഞ പോകേണ്ടത് കുഴപ്പമില്ല മക്കളെ, നിന്നോളാൻ പറഞ്ഞു. സ്വാമി ശരണം പറഞ്ഞു. അച്ഛൻ പിന്നല്ല, ഏട്ടൻ പറയണ പോലെ കേൾക്കുള്ളൂ. എന്തോ ഒരു കഞ്ഞിസദ്യ ആയിരുന്നെന്ന് അറിയാമോ? എന്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു കഞ്ഞിസദ്യക്ക്. എല്ലാരും വിളിക്കുമല്ലോ, 2-3 പേരെ വിളിച്ചിട്ടൊക്കെ പോകുന്നത്. അതെല്ലാം പോട്ട്, കെട്ടും കെട്ടി ഇറങ്ങാൻ നേരത്ത് ഒരേ നിലവിളി. എന്തിന്? ഞാനും കൂടെ ചെല്ലണമെന്ന്.
അമ്മയും വരണം, അമ്മയും വരണം. ഇങ്ങനത്തെ ഒരു നിർബന്ധം ആ, ഈ കൂടാളിനി പറയൂ അമ്മയും വരണോന്ന്. ഞാൻ പറയൂല, എനിക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ട്. പിന്നെ അയ്യപ്പന്റെ അടുത്തല്ലേ പോണേ. മാലയിട്ട് കഴിഞ്ഞപ്പോ ഇവനൊരു ഇത് വന്നല്ലേ. ഒരു ശക്തി, ഒരു ഊർജം ഒക്കെ വന്നിട്ടുണ്ട്. അയ്യപ്പ സ്വാമി ആ വാ വാ. വാടാ. നല്ല സമയം. വെജിറ്റേറിയൻ ആണ്. പിന്നെ എങ്ങനെ പോവാൻ തീരുമാനിച്ചെങ്ങനെ? സർക്കാരിന്റെ KSRTC ഇടയ്ക്കല്ലേടാ. മുസീബാനോ? പിന്നല്ലാതെ നമുക്ക് 3 സീറ്റ് ബുക്ക് ചെയ്യുന്നു. 3 സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. കാരണം കൊച്ചല്ലേ, 3 പേരും വലിയ ആൾക്കാരല്ലല്ലോ. നടുക്കിരിക്കുക, ഇടയ്ക്ക് മടിയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. അച്ഛമ്മ ബസ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുവാന്ന് പിന്നെ പമ്പേന്ന് നിലയ്ക്കൽ വരെ നമ്മള് വേറെ ബസ്സിൽ കയറണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടേ ബുക്ക് ചെയ്ത് പോകാൻ പറ്റൂ. ഇങ്ങോട്ട് പിന്നെ അത് പാടായിരിക്കും. അത് കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയല്ലടാ വരുന്നത്. അല്ല അമ്മയെ കൊണ്ടൊക്കെ തിരക്കിനകത്ത് കയറി ഇറങ്ങി വണ്ടി കയറി ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. ചീമന്റെ കാർ എടുക്കാം. റെന്റിന് കൊടുക്കുന്ന വണ്ടി ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കാറിലൊക്കെ ആളുകളുടെ ബുദ്ധിമുട്ടിക്കുന്നത് പെട്രോൾ അടിച്ചു തന്നാ മതി. ആ പെട്രോൾ അടിച്ചു കൊടുത്താൽ മതിയല്ലോ. അതുമല്ലമ്മ, എനിക്ക് ഈ മല അത്രയും ചവിട്ടി പോയിട്ട് തിരിച്ചു വന്നു എന്റെ വണ്ടി എടുത്ത് ഓടിച്ചോളൂ. എന്നെ കൊണ്ട് പറ്റുന്നത് ഓടിക്കാനൊന്നും വയ്യ. ഞാൻ ഓടിച്ചോളാം. അത് നല്ല കാര്യമാണ്. കാറിനകത്തേക്ക് പോവാ. അപ്പൊ കാറി പോവാം മാമ, കാറി പോവാം. പെട്രോൾ അടിച്ചു കൊടുത്താൽ മതിയല്ലോ. പെട്രോൾ അടിച്ചു കൊടുത്താൽ മതി. വാടക ഒന്നും കൊടുക്കണം. ഞാൻ എടുക്കുന്ന വാടക ഒന്നും കൊടുക്കണം. അല്ല അതെന്തായാലും കൊടുക്കാം നമുക്ക്. ദൈവത്തിന്റെ കാര്യത്തിന് പോണല്ലേ. കഴിക്കും. ഇല്ല നീ കൂടെ മേൽക്കാരോടാ മല അത് അല്ല വണ്ടി അവിടെ ചിലപ്പോഴേ തിരക്കൊക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല. അത് മലയോട്ടം വേഞ്ഞിട്ടാ. അല്ല നോക്കാം. തടസ്സം പറയുന്നില്ല. ഇല്ല ഞാന് അല്ല ഇനി മുതൽ അവനെ പ്രതീക്ഷിക്കണ്ട. ഇവിടെ ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. നോൺ വെജ് ഇല്ലെങ്കിൽ പുള്ളി 2 വീടും നോൺ വെജ് ആയ ഞാൻ കന്നിക്കെട്ടല്ലേ പിന്നെ അവിടെ. അല്ലപ്പം അല്ല അവന് കഴിക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. സാമ്യന്മാരെല്ലാം ഒരുമിച്ച് കഴിക്കാം കേട്ടാക്കളെ. പക്ഷെ എല്ലാവരും വെജിറ്റേറിയൻ ആണേ. ഞാനാ ഇരടാ അല്ല ഞാൻ വ്രതം എടുക്കുന്നത്. ഞാൻ വണ്ടി ഓടിക്കുന്നല്ലേ. ഞാൻ 50 രൂപയല്ലേ ഉള്ളൂ. എന്നാലും വ്രതം പിടിച്ചേ വണ്ടി കയറാൻ പറ്റൂ. വ്രതം എടുക്കാന്ന് പറഞ്ഞാൽ മച്ചമ്പി ഒന്നായിരിക്കോടാ. നീ എന്തെല്ലാം വ്രതം എടുത്തിരിക്കുന്നു? നീ ഇഷ്ടം വ്രതം എടുക്കാറില്ലേ? അത് നോമ്പ് നോക്കാറുണ്ട്. ആ നോമ്പ് തന്നെ. ഇതൊക്കെ ശരീരത്തിന് നല്ലതാടാ ഒരു കണക്കിന്. പിന്നല്ല എങ്കിൽ പിന്നെ ഞാൻ നാളെ മുതൽ സ്വാമി. കാര്യം നാളെ മുതൽ റൊണാൾഡോ സ്വാമി. പട്ടക്കറിയും നോൺ വെജ് എപ്പോഴാ ഇറങ്ങി? നാളെ പോലെ റൊണാൾഡോ സ്വാമിയെ. ഓക്കെ മാമ പിന്നെ ഈ മാല ഇട്ട് കഴിഞ്ഞാ പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ. ഇതിപ്പോ ആര് പറഞ്ഞെടുത്ത്? അല്ല അത് വേറൊരാള് പണ്ട് ഇതുപോലെ കൊച്ചിലെ മലയ്ക്ക് വന്ന സമയത്ത് സ്കൂളിൽ പോയിരുന്നിട്ടുണ്ട്. അതാര്? നമ്മുടെ പരിചയത്തിലൊരു ആള്. നീ സ്കൂളിൽ പോണം കേട്ടാ. സ്കൂളിൽ പോയാ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വിടക്കാം കേട്ടാ സ്വാമി. ശരി. പോകുന്നതിന്റെ തലേന്നും അന്ന് പിറ്റേന്ന് പോയിട്ട് വരുമ്പോ ചെറിയ അത് അല്ലാതെ ദിവസം പോയേ പറ്റത്തുള്ളൂ. മതി കഴിക്കോളെ. ഒരു ഡിപ്പോൾ കഴിക്കേ. ചേച്ചി ആ എന്ത് പരിപാടി? ഒരു വാഴക്കൊമ്പ് പറിക്കാൻ പോയതാടാ. ആണോ? അവിടെ എല്ലാവർക്കും വ്രതമല്ലേ? അപ്പൊ എല്ലാരും വ്രതമാണോ? എല്ലാരും വ്രതം. എല്ലാ ദിവസവും സാമ്പാർ, അവിയല്, പുളിശ്ശേരി, പതറ ഞകർത്ത് പയറിട്ട് തോരൻ വെക്കാന്ന്. എപ്പോഴാ ശബരിമലയ്ക്ക് പോന്നെ? നാളെ രാവിലെ പോവും. രാവിലെ പോവോ? എങ്ങനെ പോവും? റൊണാൾഡോ അച്ചാച്ചന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടിയില്. അപ്പൊ അച്ചാച്ചൻ അവിടെ വരെ ഓടിച്ചോളാന്ന് പറഞ്ഞു. അപ്പം റൊണാൾഡോക്ക് വ്രതമാണോ? അതല്ലേ രസം. ഏട്ടൻ പറഞ്ഞ് വണ്ടി ഓടിക്കുമെങ്കിൽ വ്രതം എടുക്കണോന്ന് പറഞ്ഞു. നന്നായി. പിന്നെ എടുക്കുന്നുണ്ട്. ഇനി ഞങ്ങള് കാണാതെ കഴിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. കഴിക്കുന്നുണ്ട്. പിന്നെ ഏട്ടനല്ലേ ആള്. അവിടെ വരെ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ മേളിലോട്ട് കയറത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അവിടെ വരെ ചെല്ലുമ്പോ ഏട്ടൻ എന്തായാലും മേളിലോട്ട് കയറ്റും, ഉറപ്പാണ്. പണ്ടേ വാവരുപള്ളിയുടെ അവിടെ നമുക്ക് ബാപ്പയ്ക്ക് ഒരു സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. ആണോ? കൊച്ചുനാളിൽ ഞങ്ങൾ അവിടെ പോയി ഇരിക്കുവായിരുന്നു. എരുമേലി വാവരുപള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല, അത് നിർത്തി. ഞാനൊരു നെയ്ത്തേങ്ങ തന്ന കൊടുക്കുവോ? പിന്നെന്താ, രാവിലെ കൊണ്ടുവന്നാ മതി. രാവിലെ വരാം. രാവിലെ വരണേ. സുലു ചേച്ചി എവിടെ പോയി? സുലു ചേച്ചി തമ്പിയണ്ണോട് പുറത്തോട്ട് വയ്ക്കുന്നു രാവിലെ. ആണോ? ആ കറക്ക. എനിക്കൊരാളിനെ കാണണം. അങ്ങനെ ഞാൻ പുറത്തു. ശരി. അയ്യോ നേരം കൊണ്ട് നടക്കുക. എവിടെ പോയിട്ട് ഞാനേ
വീട്ടിലെ അമ്മയും കനകമ്മച്ചമ്പിയും ഇവിടെ ക്ലീറ്റമ്മച്ചമ്മയുടെ മോനൂടെ ശബരിമലയ്ക്ക് പോകും. അമ്പലത്തിൽ വന്നല്ലേ മാല ഇട്ടത്? അന്നേരം മുരളി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എന്ന് പോകുന്നത്? നാളെ രാവിലെ പോകും. നാളെയാ പോണത്? ഓ എങ്ങനെ അവര്? അല്ലല്ല, ഞാൻ അവര് ബസ്സിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. ആ അപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ചീമ്പൻ. ആ. അപ്പൊ അവന് കാർ വാടക കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് ശരി. അപ്പൊ മച്ചമ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എടുത്തോണ്ട് വരാം, പെട്രോൾ അടിച്ചു തരാന്ന് വെച്ചാൽ മച്ചമ്പ് പറഞ്ഞു പെട്രോൾ അടിച്ചു തരാന്നുണ്ട് എന്റെ കാറിൽ. അപ്പൊ അത് എടുക്കാനായിട്ട് അവനിപ്പോ ഒരു ഓട്ടം കഴിഞ്ഞിപ്പോ ഇവിടെ വരും. അത് ശരി. തിരുവല്ല പോയി ഇവിടെ ഞാൻ അവനെ കാണാൻ ചുട്ടറങ്ങി വന്നേ. എട്ടൊക്കെ നിറയ്ക്കുന്ന കാര്യം എട്ട് ഞാൻ മുരളിയെന്നെ വിളിക്കണമെന്ന് വെച്ചിരുന്നേ. നമ്മുടെ കിഴക്കലെ മറ്റേ രാമനാശാനില്ലേ പണ്ട് പോസ്റ്റ്മാനായിട്ട്, പുള്ളിക്കാരനാണ് കെട്ട് നിറയ്ക്കാൻ വരാതിരുന്നത്. വരാന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ പുള്ളിയുടെ മോക്ക് എന്തോ അപകടം പറ്റി പുള്ളി അവിടെ പോയേക്കുക. അപ്പൊ ആരുണ്ട് നമുക്കൊന്ന് കെട്ട് നിറയ്ക്കാൻ പറ്റും? ഞാൻ നിറയ്ക്കടേ. ഞാൻ 18 മലയൊക്കെ പോയിട്ട് നിൽക്കുന്നല്ലേ. സ്വാമി ആതാ പിന്നെ അതിൽ കൂടുതൽ അനുഗ്രഹം എന്താ വേണം? അങ്ങനെ ഞാൻ ചെന്നിട്ട് വിളിക്കാം. ആ സമയം ആകുമ്പോഴത്തേനും വണ്ടി ഉണ്ടല്ലോ. വണ്ടിയുണ്ട്. അണ്ണാ അങ്ങോട്ട് പറഞ്ഞേ. പിന്നെ അതേപോലെ നിങ്ങൾ എവിടെ വിളിക്കുന്നത്? ഞാൻ ഈ സീസണ് പോകില്ല. അയ്യപ്പന്റെ ജന്മനാളിനൊക്കെ ഞാനും എന്റെ മോനും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു കാർ എടുത്തായിരുന്നു. ആ കാറിന് ഞങ്ങളെ സീസണിൽ വലിയ തിരക്ക്, ഭയങ്കര തിരക്കാണ്. കുട്ടികളെ കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവന്റെ മച്ചമ്പി പോലീസ് ആയതുകൊണ്ട് ആരന്റെ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കയറാൻ പറ്റുമോ. അപ്പം വിളിക്കുമ്പോ പറഞ്ഞേ അങ്ങോട്ട്. കെട്ട സാധനത്തിന്റെ തുണ്ട് വേണ്ട എപ്പോഴും? അല്ല അതൊക്കെ കനമച്ചമ്പി മേടിക്കാൻ പോയിട്ടുണ്ട് തന്നെ. അപ്പൊ ഞാനിപ്പോ പോയി വണ്ടിയും പോയി അലങ്കരിച്ച് ഞാനങ്ങ് അവിടെ വെച്ചു. നെയ്യൊക്കെ ശാലം കൂടുതൽ മേടിക്കാൻ പറയണം. ഓ സാധനം വേണം, മച്ചമ്പിക്ക് അറിയാമല്ലോ. എന്നാ ശരി. എത്ര കെട്ട് നെയ്ത്തേങ്ങ ഉണ്ട്? നെയ്ത്തേങ്ങ അവര് 3 പേർക്ക് എത്രയാണെന്ന് അറിയത്തില്ല. താഴെ തമ്പിയണ്ണന്റെ വീട്ടിൽ നിന്ന് കണ്ട് 2-3 നെയ്ത്തേങ്ങ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ ചെന്നിട്ട് വിളിച്ചാൻ പറയാം. എന്നാ ശരി വിട്ടോ. ഓക്കെ. ഹലോ, അതെ. അയ്യോ, സുരേന്ദ്രൻ മാമനാ. എന്റെ ഈശ്വരാ, എങ്ങനെ? ദൈവമേ. ശരി ശരി. അമ്മ ചിലപ്പോ കിടക്കുമായിരിക്കും, അതായിരിക്കും. ശരി മാമ. ദൈവമേ. എന്തോന്നാ ചെയ്യുന്നത്? ഒരു മെഴുക്കുരട്ടിയും കൂടെ വെക്കാൻ. കൂമ്പുതോരനും ഉണ്ട്, രസവും ഉണ്ട്, പപ്പടവും ഉണ്ട്. ഇപ്പോഴല്ലേ ഈ 100 കൂട്ടം കറികളൊക്കെ. പണ്ട് മാലയിട്ടാൽ പിന്നെ ഒരു കഞ്ഞി, ഒരു അത്തറവും, അല്ലെങ്കിൽ പിന്നെ ഒരു ഉടച്ചു കറി, ഇത്ര തന്നെ. നാട്ടിലുള്ള സകലരും വരും അത് കുടിക്കാനായിട്ട്. പോരാത്തതിന് അവളച്ഛനുണ്ടല്ലേ, കൂട്ടുകാരന്മാർ അത്രയും വിളിച്ചിട്ടുണ്ടോ. അല്ല കാര്യം പറയാലടി, എനിക്ക് ഈ വെച്ച് വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പറ്റത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ്. എന്ത് പിന്നെ പിന്നെ കടക്കില് കുഞ്ഞമ്മയുടെ മോൻ സുരേന്ദ്രൻ മാമനില്ലേ? സുരേന്ദ്രൻ മാമന് വണ്ടി മുട്ടി സുരേന്ദ്രനാ? ചേച്ചി എങ്ങനെ? എന്നെ ഇപ്പം വിളിച്ച് നടക്കാൻ പോയതാറ്റാണ്. പുറകേന്ന് വന്നൊരു വണ്ടിയേറ്റം മുട്ടി വഴിയിൽ കിടന്നൊക്കെ പറയൂ. അമ്മേനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ. അമ്മേ, അമ്മേ സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോക്ക് മോടാ, ഒരു കാര്യം വിചാരിച്ചാലും നടക്കുന്നില്ല. എന്തോ ചെയ്യും? അവന് ഗിരിജായനേക്കാളി ഒരു 17 വയസ്സിൻ്റെ എളുപ്പമുണ്ട്. 17 വയസ്സിൻ്റെ എളുപ്പമേ ഉള്ളൂ. ചേച്ചിന്ന് വിളിച്ചാലുണ്ടല്ലോ അവന് 100 നാക്ക. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ആ ചെറുക്കനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ വണ്ടി തട്ടി മരിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നടക്കാൻ പോയതല്ലേ മേ, ആരെങ്കിലും വിചാരിക്കോ പറയുന്നു വന്ന് വണ്ടി തട്ടി വീണതാണ്. ഇത് ചെയ്യുമെന്ന് പറയാ. അല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയാണ്. അവൻ ഇത്രയും നാളെ ഉള്ളായിരുന്നു. എന്താ കണ്ടില്ലേ, ശബരിമല ഇപ്പം മാലയിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ പ്രതമെടുത്ത് നിന്നിട്ട് ഞാൻ പോകാൻ നോക്കിയപ്പം അതാത് സമയങ്ങളിൽ നടക്കാനുള്ളത് നടന്നിരിക്കും. എനിക്ക് സമയമായില്ല, അവൻ ഇത്ര സമയമുള്ളൂ എന്നൊക്കെ. അതെനിക്ക്
അങ്ങനെ വിളിച്ചു പറഞ്ഞില്ല. ഇതെന്താ ഇവൻ ഈ വണ്ടി കൊണ്ടുവന്നത്? റൊണാൾഡോ അച്ഛനെ അറിഞ്ഞില്ല. അയ്യോ അവനെ വിളിച്ചില്ല അല്ലേ? വിളിച്ചിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. താമസിച്ചോ. എല്ലാരും ഒരുമാതിരി മരണ വീട്ടിലെ പോലെ ഇരിക്കുന്നു. ശബരിമലയ്ക്ക് പോകാനുള്ള വണ്ടി റെഡി. ഞാൻ കൊണ്ടുപോയി വാഷ് ചെയ്ത് ചന്ദനം എല്ലാം പൂശി ഫോട്ടോ മേടിച്ച് സെറ്റാക്കി. ഇതിനകത്ത് ശരണം വിളിച്ച ഒറ്റ പോക്ക് പമ്പ ശബരിമല അടിപൊളി. ഇതെന്ത് വണ്ടി കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തേക്കടാ. തിരിച്ചോണ്ടോ? അപ്പൊ നമ്മള് ഇന്ന് രാത്രി പോവല്ലേ? പോക്ക് നടക്കിയല്ല. നടക്കത്തില്ല. കടക്കലെ കുഞ്ഞമ്മച്ചിയുടെ മോൻ വണ്ടി ഇടിച്ച് മരിച്ച്. എപ്പോഴായിരുന്നു? വിളിച്ചു പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് പോകാൻ എന്തുവാ? അയ്യോ ഇട്ടല്ലേ? ആ എന്റെ അനിയത്തിയുടെ മോനാ പോലെയുണ്ട്. രക്തബന്ധമല്ലേ, പോവാൻ പറ്റത്തില്ല. സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നു. ഇനിയിപ്പോ അതുകൊണ്ട് കടയിൽ കൊടുക്കാം. സംഭവം കടക്കല ഞാൻ അറിഞ്ഞാൽ ആള് വിളിച്ചു പറഞ്ഞു. അങ്ങോട്ട് വെച്ചു. ഇപ്പൊ അങ്ങോട്ട് പോകാൻ വേണമല്ലോ. ഓർമ്മയുണ്ടാടാ, കഴിഞ്ഞ വർഷം ഇതേ അവസരത്തിലല്ലേ അവര് വയ്യാതെ നടന്നപ്പോ നമ്മൾ എന്റെ കൂടെ കാണാൻ പോയത്. ഇതേ അവസരത്തില് ഇപ്പൊ ഇങ്ങനെ അല്ല. ഇനി അയ്യവനെ കാണാനുള്ള വിധിയില്ല, അത് പറഞ്ഞാ മതിയല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. അല്ല അത് വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും കടക്കിലോട്ട് പോവാം. അതിനുമ്പ് ഈ മാലയൊക്കെ ഊരണ്ടേ, മാല ഊരണ്ടേ. അങ്ങനെ മാലയിട്ട് അമ്പലത്തിൽ പോയി ഊരിക്കൂടെ? ഇനി അമ്പലത്തിൽ പോയിക്കോട്ടെ, അപ്പലേ അല്ലേ ഒഴുക്കുള്ള ആറ്റിനുള്ള മാല ഊരിയാ മതി. അങ്ങനെ വണ്ടി കൊണ്ട് കൊടുക്കുന്നതിന് നമുക്ക് കരമനാറ്റിലും കാണാൻ പോയി അത് തന്നെ. ഈ വണ്ടിയിലും പോയിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് കടക്കിൽ പോവാം. വീട്ടിലോട്ട് അങ്ങ് പോവാം, രാവിലെ കടക്കിലോട്ട് പോവാം. അല്ല നമ്മൾ പോകേണ്ട കാര്യമല്ലേ. എന്നാലും അമ്മ ഇത്ര ആഗ്രഹിച്ചിട്ട് മലയ്ക്ക് പോകാൻ പറ്റാതായി പോയല്ലോ. അത് നമുക്കൊരു കാര്യം ചെയ്യാമോ? അടുത്ത ആഴ്ച ഒരു സിനിമ വരുന്നുണ്ട്, ശ്രീ അയ്യപ്പൻ. അയ്യപ്പന്റെ കഥയാ. നമുക്ക് എല്ലാം കൂടെ പോയി കാണാം. ഇപ്പൊ എന്തായാലും അമ്പലത്തിലോട്ട് ഇവിടെ പോയി മാല വിടാം. നമുക്കൊന്ന് പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ.